கார்காலம் அழைக்கும் போது ஒளிந்து கொள்ள நீ வேண்டும். தாவணி குடை பிடிப்பாயா? அன்பே நான் உறங்க வேண்டும். அழகான இடம் வேண்டும். கண்களில் இடம் கொடுப்பாயா? நீ என் அருகில் வந்து நெளிய நான் உன் மனதில் ஒளிய நீ உன் மனதில் என் உருவம் கண்டுபிடிப்பாயா? ഇവിടുത്തെ വ്യൂ കൊള്ളാലോ. വാവ്, ബ്യൂട്ടിഫുൾ. മിണ്ടല്ലേ. നിങ്ങൾ ആരാ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ബട്ട് ഞാനൊരു സത്യം പറയട്ടെ. യു ലുക്ക് സോ സെക്സി. നിന്നെ വിടുവൊക്കെ ചെയ്യാം. ആദ്യം നീ നിന്റെ പേര് പറ, അപ്പൊ ഞാൻ നിന്നെ വിടും. അങ്ങനെ അങ്ങ് പോയാലോ? പറഞ്ഞിട്ട് പോയാ മതി. എന്താടാ, വീടൊക്കെ കണ്ടാ? കണ്ട് വീടും കണ്ട് ഒരു പെണ്ണിനെയും കണ്ട്. അതേത് പെണ്ണ്? നിനക്ക് ഈ നാട്ടിലത്തെ പെണ്ണുങ്ങളിലൊന്നും പിടിക്കില്ലല്ലോ, ഫോറിനല്ലേ പറ്റുള്ളൂ. അങ്ങനെ തന്നെ ഞാൻ ഇത്ര നാള് വിചാരിച്ചത്. പക്ഷെ ഇവള് കൊള്ളാം, അടിപൊളി ഫിഗർ. ഇവിടെ ഉള്ളവരിനെങ്കിലും ഒന്ന് വെറുതെ വിടറാ, ബാക്കിയുള്ളവരിനെ കൂടാ. പക്ഷെ അവളുടെ വിടാൻ ഉദ്ദേശമില്ല. കല്യാണച്ചക്കൻ എത്തിയാ? ഇന്നലെ എത്തിയിട്ട് നീ ഞങ്ങളെ കാണാൻ പോലും വന്നില്ലല്ലോ. എനിക്കിപ്പോ 2 മണിക്ക് നിങ്ങളെ കാത്തിരിക്കല്ലേ പണി. അതൊക്കെ പോട്ടെ, നിന്റെ സ്റ്റഡീസ് ഒക്കെ എങ്ങനെ പോണ്? കൊഴപ്പല്ല. പാസ്സാവോ? ഇതൊക്കെ ചോദിക്കാനുണ്ടാ? അവളെ കണ്ടാ അറിയില്ലേ, അവള് പൊട്ടും. അതിന് നീയല്ല ഞാൻ. അതുകൊണ്ട് തന്നെ പറഞ്ഞത്. പോടാ മരപ്പെട്ടി. ഏട്ടൻ എപ്പ എത്തി? വന്ന പിശാശ്, ഇനി ഇതിന് സഹിക്കണല്ലോ ദൈവമേ. ഞാൻ ഇന്നലെ എത്തി. ഇവരൊക്കെ ആരാ? എന്റെ ഫ്രണ്ട്സ് ആടി. You are looking so handsome. You too, Arjun. ഓ, തുടങ്ങി അവളുടെ പട്ടിഷോ. ഞാൻ പോണു. എങ്ങോട്ട് പോണ്? അവിടെ നിക്കടി. എനിക്ക് ഇവിടെ പട്ടിഷോ ഒന്നും കണ്ടു നിക്കാൻ വയ്യ. നിന്റെ വാല എവിടെ? അല്ലെങ്കിൽ നിന്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. വാല? എടി, ദേവു എവിടെയെന്ന്? അവള് മേലെ കോളേജിൽ പോകാൻ റെഡിയാവുന്നുണ്ട്. കോളേജിന് ടൈം ആയല്ലോ, ഇത്ര നേരമായിട്ട് അവള് പോയില്ലേ? എങ്ങനെ പോവാനാ? ആ തള്ള വിട്ടിട്ട് വേണ്ടേ പോവാൻ. ദേവോ? അതേതാടാ ഒരു പുതിയ അവതാരം? അതെന്റെ വല്യച്ഛന്റെ മോളാടാ, ദേവനന്ദ. വിളിക്കണവളെ? വിളിക്ക്, കൊറേ ആയില്ലേ കണ്ടിട്ട്. ദേവു
സുഖാണോടി ദേവു നിനക്ക്? ആ ചേട്ടാ, ചേട്ടനെപ്പോഴാ എത്തിയത്? ഞാൻ ഇന്നലെ നൈറ്റ് 2 മണിയായിടി. ഓ, തുടങ്ങി ഏട്ടനും അനിയത്തിയും. ഇവരൊക്കെ ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആടി, അർജുനും ബദ്രിയും. നിനക്ക് കോളേജിന് ടൈം ആയില്ലേ? വാ, ഞാൻ കൊണ്ടാക്കി തരാം. വേണ്ട ചേട്ടാ, ഞാൻ പൊക്കോളാം. വേണ്ടടി, ഓവർ ലേറ്റ് ആയില്ലേ, ഞാൻ കൊണ്ടാക്കി തരാം. ഇവനത് എവിടൊക്കെയാ നോക്കണത്? ടാ, മതി നോക്കിയത്, അവള് പോയി. നിന്റെ സ്വഭാവം കൊണ്ട് ആ പെണ്ണിന്റെ അടുത്തൊന്നും പോയേക്കരുത് നീ. ഞാൻ അങ്ങനെ ചെയ്യൂ? നീയേ അങ്ങനെ ചെയ്യുള്ളൂ. ഒന്ന് പോടാ, എനിക്കതല്ല പണി. അതൊക്കെ വിട്, നല്ല വിശപ്പ്, വാ പോയി ഫുഡ് അടിക്കാം. ഇപ്പോഴല്ലടാ മൈരി നീ 2 പുട്ട് കയറ്റിയത്. അതൊന്നും ഒന്നിനും തികയില്ലടാ, നീ വന്നേ. എല്ലാരും ജീവിക്കാൻ വേണ്ടിയാ കഴിക്കണത്, നീ കഴിക്കാൻ വേണ്ടിയാണല്ലടാ ജീവിക്കണത് തന്നെ. നീ വിട്ടേ, ഞാൻ പോട്ടെ. നിക്ക്, ഞാൻ പറയട്ടെ. നീ ഒന്നും പറയണ്ട, ഞാൻ പോട്ടെ. എന്താടി നിനക്കൊരു മൈൻഡ് ഇല്ലാത്ത? നിന്നെ മൈൻഡാക്കപ്പോ വേറെ ചിലരൊക്കെ ഉണ്ടല്ലോ, പിന്നെന്തിനാ ഞാൻ മൈൻഡാക്കണ? എന്താടി നിന്റെ പ്രശ്നം? ഒരു പ്രശ്നമില്ല, മാറ്, ഞാൻ പോട്ടെ. നീ പറഞ്ഞിട്ട് പോയാ മതി. യു ലുക്ക് സോ ഹാൻസം എന്നോട് പറഞ്ഞപ്പോ ഇടിച്ചോണ്ട് നിക്കണ്ടായിരുന്നല്ലോ. നിനക്ക് ജലസോ? എന്താ, എനിക്ക് ജലസായിക്കൂടെ? നീ വിട്ടേ, ഞാൻ പോട്ടെ. ഡി ഐഷു, വേഗം വാ, ടൈമായി. അയ്യോ ഏട്ടൻ. ടൈമിംഗ് ഇല്ലാത്ത തെണ്ടി, ആണ്ടിലൊരിക്കൽ ഒരു കിസ് കിട്ടുന്നേ, അതും നശിപ്പിച്ച് മയിരൻ. ഡാ, ഞങ്ങൾ ഡ്രസ് എടുക്കാൻ പുറത്തു പോടും, നിങ്ങളുണ്ടോ? ആടാ, ഞങ്ങൾ വരാം. ഞാനല്ലടാ, നിങ്ങൾ പോയിട്ട് വാ. എനിക്കൊരു കമ്പനിക്ക് വാടാ. ഇല്ലടാ, എനിക്ക് വയ്യ, നിങ്ങൾ പോയിട്ട് വാ. നിനക്ക് കമ്പനി ഞാൻ തരാടാ. ശരി, എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. പിന്നെ നിനക്ക് നീ വേണമെങ്കിൽ താഴെ എൻ്റെ അമ്മ ഉണ്ട്, ചോദിച്ചാ മതി. ആടാ. ആ, മോള് വന്നോ? എന്താ അവിടെ ഒച്ചയും ബഹളമൊന്നും ഇല്ലല്ലോ, എല്ലാവരും അവിടെ പോയി? ആ മോളെ, അച്ഛന്മാര് കല്യാണം വിളിക്കാൻ പോയി, കുട്ടികളെ അശ്വിന് ഡ്രസ്സ് എടുക്കാൻ പോയി. വലിയമ്മ പോയില്ലേ? ഇല്ല മോളെ, എനിക്ക് തീരെ വയ്യ. പിന്നെ നിനക്ക് ചായ വല്ലത് വേണോ? ഞാൻ ഇട്ട് തരാം. വേണ്ട വലിയമ്മേ, ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ട് കുടിച്ചോളാം. ആ മോളെ, പിന്നെ നീ ഫ്രഷ് ആയിട്ട് വരുമ്പോൾ അപ്പുറത്തെ മുറിയിൽ തലവേദന മരുന്നുണ്ട്, ഒന്ന് എടുത്തിട്ട് വരണേ. ശരി വലിയമ്മേ. എവിടെ പോയി? നീ എന്താടി ഇവിടെ? അത് പിന്നെ അത് ഞാന്. നിനക്കെന്താടി വിക്കുണ്ടോ? പുറത്തൊക്കെ എന്താ വെയിലില്ലേ? ആ, വീടെത്തിയപ്പോഴൊരു സമാധാനായത്. ആ ഏട്ടാ, നിങ്ങൾ വന്നോ? എന്താ എല്ലാവരെയും ക്ഷണിച്ചാ? ഇനി ഭാസ്കരന്റെ വീട്ടിൽ കൂടെ ഒന്ന് പോവാനുണ്ട്. നല്ല ദാഹം, 2 ഗ്ലാസ് മോര് കലക്കിക്കോ. ഹാ ഏട്ടാ. ഈ കുട്ടി ഇതെവിടെ പോയി? ദേവു, നീ എന്തെടുക്കാനപ്പ ഇങ്ങോട്ട് വന്നത്? മെഡിസിൻ എടുക്കാൻ.
എന്നാ എടുത്തിട്ട് പൊക്കോ.